മതം മാറിയേ പറ്റത്തുള്ളൂ. അല്ലാതെ നീ നിന്റെ രീതിക്ക് ജീവിക്കാനാണെങ്കിൽ ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കാം. എന്നാലും അവൻ ഇങ്ങനെ പണി പറ്റിക്കുമെന്ന് ഒട്ടും ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനൊരു പ്രവൃത്തി അവനിൽ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതിപ്പോൾ മൊത്തം നാട്ടുകാരുടെ മുന്നിൽ നാണക്കേട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തന്നെ എത്ര പേര് എൻ്റെ അടുത്ത് ചോദിച്ചെന്നറിയാവോ, അവനവൻ്റെ ജാതിയിലുള്ള പെണ്ണായിരുന്നെങ്കിലും പോട്ടേന്ന് വെക്കായിരുന്നു. ഇതിപ്പോൾ അന്യജാതിയിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ലോകത്ത് ഈ പെണ്ണ് മാത്രമേ ഉള്ളായിരുന്നു. ഓ, ഇവൻ്റെ എന്തായാലും ഇച്ചിരി കഷ്ടമായിപ്പോയി. വേണ്ടാത്ത പണിയായിപ്പോയത്. ഞാനിവിടെ മരിച്ച് ജീവിക്കുക. ഇതെല്ലാം കണ്ടും കേട്ടും നിന്നിട്ടെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എനിക്ക്. പഠിപ്പിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ സന്തോഷമൊന്നും അധികം നാൾ നീണ്ടു നിന്നില്ല. അപ്പോഴത്തേക്കും അവന് ഓരോന്ന് ഒപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇപ്പം എല്ലാവരും പറയുന്നത് എന്താണെന്നറിയാം, ഞാൻ എൻ്റെ മക്കളെ വഷളാക്കി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കേൾക്കുന്നത്. ആഹാ, നീ ഇവിടെ നിൽക്കുമായിരുന്ന? ഞാൻ എവിടെല്ലാം നോക്കി. എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ചുമ്മാതെ ഇവിടെ ഇങ്ങനെ നിന്നതാ, അങ്ങോട്ട് വരണ്ടെന്ന് വിചാരിച്ച്. ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എനിക്ക് മനസ്സിലായി നീ എന്താ ഇവിടെ മാറി നിന്നതൊക്കെ. ഉമ്മായി അപ്പച്ചിയൊക്കെ സംസാരിക്കുന്നത് കേട്ടോണ്ടാണോ? അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ഈ അപ്പച്ചി എന്ന് പറയുന്ന ആളെന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പാടെ സ്വന്തം പെങ്ങളാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളോ നല്ല കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോഴൊന്നും ഇവരാരും ഇങ്ങോട്ട് കയറത്തൊന്നുമില്ല. അഥവാ നമുക്ക് വിഷമ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെ ആണെങ്കിൽ അവർ പറന്നിങ്ങെത്തും. എന്നിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഒന്നും കൂടെ നമുക്ക് പറഞ്ഞ് എരിയേറ്റി തരും. ഇതാണ് ഇവരുടെ സ്വഭാവം. ഇപ്പോൾ നിൻ്റെയും എൻ്റെ ആങ്ങളുടെയും ചർച്ചകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും കേട്ട് നീ വിഷമിക്കേണ്ട. പിന്നെ ഉമ്മ പാവമൊക്കെയാണ്. ഉമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെങ്കിലും നീ പേടിക്കൊന്നും വേണ്ട. ഉമ്മാക്കാണെങ്കിൽ ആകെപ്പാടുള്ള ഒരു കാര്യമാണ് എന്താണെന്നറിയോ, നാട്ടുകാരെയും ബന്ധുക്കാരെയും. ഇവരെന്ത് പറയും, ഇവരെന്ത് ചിന്തിക്കും എന്നുള്ള ചിന്താഗതിയാണ് ഉമ്മായിക്ക്. ഇതിപ്പം നിന്നെ അവൻ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ ഇപ്പം നാട്ടുകാരെന്തുമായിരിക്കും പറയുന്നത്, ബന്ധുക്കാരെന്തൊക്കെയാണ് പറയുന്നത്, ഇതാണിപ്പോൾ അവിടെ ചർച്ച. അതൊന്നും കാര്യമാക്കണ്ട, ഇതൊക്കെ താനേ മാറും. പക്ഷെ നീ ഇവിടെ ഇങ്ങനെ തന്നെ നിന്നാൽ ജീവിതകാലം മുഴുവൻ നീ ഇവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ? നീ അപ്പുറത്തോട്ട് വാ, എന്നിട്ടൊരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവരൊക്കെ പറയുന്നതൊക്കെ കേട്ട് അതൊക്കെ ചിരിച്ചതൊക്കെ കളയാം. അതേ ഉള്ളൂ ഇതിനുള്ള പ്രതികാരം. അല്ലാതെ ചുമ്മാ വിഷമിച്ചിരിക്കാതെ ബാ ഇങ്ങോട്ട്. അന്നേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേടി എൻ്റെ മോളെ മാളൂനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കായിരുന്നു. അപ്പം നിനക്കിഷ്ടമല്ലായിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞ് ബന്ധത്തിൽ കുന്തം വേണ്ടെന്നൊക്കെ നീ പറഞ്ഞതൊക്കെ അത് പിന്നെ പോട്ടെ. അതേപോലെ നിൻ്റെ മോൻ പറഞ്ഞ എന്തോ വിദ്യാഭ്യാസമില്ല, അവൾക്ക് നീളക്കുറവാണ്, ഞാനും അവളും പോയ ചേർച്ച ഉണ്ടാകത്തില്ല, എന്തെല്ലാം തട്ടുമുട്ടങ്ങളടി അവനത് പറഞ്ഞതൊക്കെ. അതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചോണ്ടല്ല ഇപ്പം ഞാൻ വന്ന് അത് ചോദിക്കാനുമല്ല. അത് പൊയ്ക്കോട്ടെ. എൻ്റെ മോളെ കെട്ടിയായിരുന്നു ഇത്രയും വല്ല നാണക്കേട് ഉണ്ടാവുമായിരുന്നോടി? അവനവൻ്റെ ജാതി ആണെങ്കിലും പറയായിരുന്നു. ഇപ്പം നീളമുള്ള പെണ്ണിനെയും കിട്ടി, വിദ്യാഭ്യാസം കിട്ടി, എല്ലാം കിട്ടി. അവനൊരു ജാതി അല്ലെന്ന് മാത്രം. ഇപ്പം പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത നാണക്കേട് വായി. ഇപ്പം നീയാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലതൊന്നും പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ അവൻ്റെ അല്ല, അവിടെ വീട്ടുകാരെന്തോ പറയുന്നത്, അവർക്കിതിലൊക്കെ സമ്മതമൊക്കെയാണോ? ഒന്നും അറിഞ്ഞില്ല. മറ്റേത് സാധാരണ ഇങ്ങനത്തെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുക തന്നെ ആണല്ലോ പൊതുവേ ഉള്ളത്. ഇതൊന്നും അങ്ങനൊന്നും കേട്ടില്ലല്ലോ. അവരെന്താ പറയുന്നത്? ഓ, അവർക്കൊന്നും ഒരു കുഴപ്പമില്ലെന്നേ, ഒരു വിഷമോ ഒന്നുമില്ല. അവർക്ക് ഭയങ്കര സന്തോഷം. അവരങ്ങാണ്ട് ഇതങ്ങോട്ട് കിട്ടാൻ അങ്ങോട്ട് കൊതിച്ചിരുന്നത് പോലത്തെ ഒരു രീതിയും മട്ടുമൊക്കെ ഭയങ്കര സന്തോഷം. അവർക്ക് മതം അറിയലെന്താ ജാതി ഏതായാലും ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കൂടെ വിളിക്കുന്ന കേട്ട്. ഇവിടെ നമുക്കാണല്ലോ ഒന്നും പറ്റാത്ത അവസ്ഥയിരിക്കുന്നത്. ഇവിടെ ആരും ചായ ഒന്നും ചോദിച്ചില്ലല്ലോ. നിന്നോട് ആര് പറഞ്ഞ് ചായ ഇട്ടുകൊണ്ട് വരാൻ? ചായ വേണമെങ്കിലേ എനിക്കറിയാം ഇട്ട് കൊടുക്കാനായിട്ട്. ഓ, ഓരോന്നോരോന്ന് ചെയ്തിങ്ങ് കയറുക. പോട്ടെ, എന്തായാലും അവൾ കൊണ്ടുവന്നില്ലേ. മോളിവിടെ വെച്ചോ, ടേബിളിൻ്റെ പുറത്ത് വെക്ക്. ഞാൻ എടുത്ത് കുടിച്ചോളാം. എന്നിട്ട് മോൾ അവിടെ നിൽക്കുക. എനിക്ക് മോളത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. ആ, അപ്പച്ചിക്ക് താണ്ട കുറച്ച് കാര്യം മോളത്ത് പറയാനുണ്ട്. ഇനി സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. നിങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ജീവിക്കണം. പക്ഷെ അതിങ്ങനെ ജീവിച്ചാൽ പോരാ. അവൻ അവൻ്റെ മതത്തിലും നീ നിൻ്റെ മതത്തിലും ഒക്കെ ജീവിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പൂർണ്ണമായിട്ട് നീ ഇവിടുത്തെ മരുമോളും ആകണമെങ്കിൽ
ഞങ്ങൾ പറയുന്ന കാര്യം കൂടെ മോള് ചെയ്തേ പറ്റത്തുള്ളൂ, ചെയ്യണം. നീ ഞങ്ങളുടെ മതത്തിലോട്ട് മാറണം, ഞങ്ങളുടെ മതം നീ സ്വീകരിക്കണം. സ്വീകരിച്ചാൽ മാത്രം പോരാ, എല്ലാ അർത്ഥത്തിലും ആകണം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഒന്ന് പഠിച്ച് എല്ലാമായി പേരും ഒക്കെ മാറ്റി അവൾക്ക് നല്ലൊരു പൂർണ്ണമായിട്ടുള്ളൊരു മരുമോളായി മാറിയേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ എങ്ങനെ ജീവിതമാകുന്നത്? നാളെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ആ കുഞ്ഞ് 6 മതത്തിൽ ജീവിക്കും. അപ്പം അതിനെക്കാട്ടി നല്ലത് മോളിതാ ഞങ്ങളുടെ മതത്തിലോട്ട് മാറുന്നതാണ്. പിന്നെ അവള് പാവമാണ്, മോള് വിചാരിക്കുന്നുള്ള ഭയങ്കരയൊന്നുമല്ല. ഈ ഇച്ചിരിയുള്ള പ്രായത്തിൽ തന്നെ എൻ്റെ ആങ്ങള മരണപ്പെട്ടു പോയതാ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ 2 പേരെയും കഷ്ടപ്പെട്ടാണ് അവൾ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ വിഷമം ഉണ്ടാകും, അത് മോള് കാര്യമാക്കണ്ട. ആ വിഷമം മാറ്റിയെടുക്കേണ്ട നീയാ. അതുകൊണ്ട് അവൾ പറയുന്നത് പോലെ അവൾക്കാണ് ഇപ്പോൾ ഒറ്റ നിർബന്ധം, മോള് ഞങ്ങളുടെ മതത്തിൽ വന്നേ പറ്റത്തുള്ളൂ. അല്ല നിന്നെ ഉപേക്ഷിക്കാനോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും എടുത്ത തീരുമാനമാണ്, നിന്നോട് പൂർണ്ണമായി അവൾക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ മോളി മതം മാറണം. അല്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല. അതാണ് അപ്പച്ചിക്ക് പറയാനുള്ളത് മോള്. ഞങ്ങൾ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു, അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടുമില്ല. വേണ്ട, നിങ്ങൾ തീരുമാനിച്ചിടത്തോളം മതിയായിരിക്കുക. ഇനി ഞാൻ തീരുമാനിക്കും, ഇനി അതേപോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നീയേ ഇവിടെ ജീവിക്കണമെങ്കിൽ, എൻ്റെ മരുമോളായിട്ട് ജീവിക്കണമെങ്കിൽ മതം മാറിയേ പറ്റത്തുള്ളൂ. അല്ലാതെ നീ നിൻ്റെ രീതിക്ക് ജീവിക്കാനാണെങ്കിൽ ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാണ്. നീ മതം മാറി ഞങ്ങളുടെ രീതിയിലായാലും നിന്നെ ഞാൻ എൻ്റെ മരുമോളായിട്ട് അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ അംഗീകരിച്ച് തരത്തില്ല. അത് ശരിയാ ഉമ്മ പറഞ്ഞത്. നീ ഞങ്ങളുടെ മതത്തിലും വരണം, അവൻ നിങ്ങളുടെ മതത്തിലും പോണം. അതാകുമ്പോഴത്തേക്ക് ആർക്കും വിഷമം ഉണ്ടാകത്തില്ലല്ലോ. നീ ഇതെന്തു ഈ പറയുന്നത്? അവനെ കൊണ്ട് മതം മാറ്റാന്ന്? അത് നടക്കുന്ന കാര്യവുമില്ല, അത് നടക്കത്തുമില്ല. ഇവിടെ നമ്മുടെ മതത്തിൽ വരാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അവരുടെ മതത്തിൽ പോകാനല്ല പറഞ്ഞത്. ഓ, അപ്പൊ ഉമ്മാക്ക് സങ്കടമുണ്ട് ഉമ്മയുടെ മോന് വേറൊരു മതത്തിൽ പോകുന്നതിന്. അതുപോലെയല്ലേ അവിടെ വീട്ടുകാർക്കും. അവരുടെ വീട്ടുകാരൊന്നും മതം മാറാനോ ഒന്നും അവർ പറഞ്ഞില്ല. ഉമ്മയെ പോലെ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അവളെ. പിന്നെ ഈ ജാതിയിലും മതത്തിലും ഒന്നും ഒരു കഥയില്ല അമ്മ. എൻ്റെ മതത്തിലുള്ള ആളെ തന്നെയല്ലേ ഉമ്മ എനിക്ക് കെട്ടിച്ചു തന്നത്. ഇപ്പൊ എന്തായി? എനിക്കൊരു ജീവിതം കിട്ടിയോ? 2 വർഷമായാലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? എനിക്കൊരു ജീവിതം കിട്ടിയോ? അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? ജാതിയിലോ മതത്തിലോ ഒന്നും അല്ല അമ്മ കാര്യം. നല്ലൊരു ജീവിതം കിട്ടുന്നുണ്ടോ, നല്ലൊരു മനുഷ്യനാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ ജാതിയിലും മതത്തിലൊന്നും എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. എല്ലാം ഒരുപോലെ തന്നെയാണ്, മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയതാണ് ഓരോന്നൊക്കെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഈ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ജാതി മതം നോക്കിയിട്ടാണോ? ഒരു പ്രളയം വന്നപ്പോഴത്തേക്കും ജാതി മതം നോക്കിയിട്ടാണോ എല്ലാം രക്ഷിച്ചത്? അല്ലാതെ നിങ്ങളടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും കഥയില്ല. അവൾ അവിടെ മതത്തിലും അവൻ അവൻ്റെ മതത്തിലും ജീവിക്കും. അവർ രണ്ടുപേരും എടുത്ത തീരുമാനമാണ്. അവൻ്റെ ഇഷ്ടത്തിനല്ലേ ജീവിക്കട്ടത്. അവൻ ജീവിക്കട്ടുമാ, അവനെങ്കിലും നന്നായിട്ടൊന്ന് ജീവിക്കട്ടെ. അത് മറ്റുള്ളവരത് നോക്കി പലതും പറയും, അത് നമ്മൾ കണക്കിലെടുക്കണ്ട. പിന്നെ ഉമ്മാടെ ഈ പേടിയുണ്ടല്ലോ, നാട്ടുകാരെന്ത് ചിന്തിക്കും, ബന്ധുക്കാരെന്ത് ചിന്തിക്കും. ഈ നാട്ടുകാരും ബന്ധുക്കാരും തന്നല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതം നോക്കിയാൽ പോരേമ്മ, മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് എന്തിനാ? അങ്ങനെയൊക്കെ നോക്കിയുണ്ടല്ലോ ഒരു കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ നല്ല രീതിയിൽ നടന്നാൽ തന്നെ നാട്ടുകാർക്ക് കുറ്റം, ബന്ധുക്കാർക്ക് കുറ്റമൊക്കെ തന്നെ. അതുകൊണ്ട് ഉമ്മ പടച്ചോനെ ഓർത്ത് ഇവരെ വിട്, അവരവരുടെ വഴിക്ക് വിട്. നീ പോകത്ത്. ഇവരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും, ഇപ്പുറത്തൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല. നീ ഇങ്ങനെ വിഷമിച്ചും ഇരിക്കാതെ, അവനിപ്പോൾ വരുമ്പം പിന്നെ ചോദിച്ച് പിന്നെ ആകപ്പാട് പ്രശ്നമാവും. അവൻ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. പിന്നെ മകന് സമാധാനമായല്ലോ. ചെല്ല് വെറുതെ. എടി, പിള്ളേർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇനി നീ അതിനൊന്നും വാശി പിടിക്കൊന്നും വേണ്ട. അവരങ്ങനെ ജീവിക്കുന്നെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ നിർബന്ധിച്ച് മതം മാറ്റിയിട്ട് കല്ല കാര്യമുണ്ടോ? അവളവിടെ രീതിക്ക് ജീവിക്കട്ടെന്നേ. ഇപ്പം മിക്ക സ്ഥലത്തങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നേ. നമ്മളായിട്ട് എന്തിനാ വാശി പിടിക്കുന്നത്? നീ ചെല്ല്, നിന്റെ മരുമോളുടെ അടുത്തൊക്കെ ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. ഞാനേ രാവിലെ ഇറങ്ങിയതല്ലേ, ഞാൻ